അവഗണന നേരിട്ട് ആര്യങ്കാവ് പാലരുവിയിലെ ബോഡി ലോൺ തേക്ക് മ്യൂസിയം. ലോകത്തിലെ ആദ്യത്തെ തേക്ക് പ്ലാന്റേഷനായിട്ടും ശ്രദ്ധിക്കപ്പെടാതെ പോകുകയാണ് തേക്ക് മ്യൂസിയം. റിപ്പോർട്ടിലേക്ക്. ഇന്ത്യയിലെ പ്രധാന ചരിത്ര സവിശേഷതയായി മാറേണ്ട ആര്യങ്കാവ് പാലരുവിയിലെ ബോഡി ലോൺ തേക്ക് മ്യൂസിയം ഇപ്പോൾ വിസ്മൃതിയിലാണ്. തേക്ക് മ്യൂസിയം എന്ന പേരുണ്ടെങ്കിലും അതിന്റെ അനന്ത സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിൽ വനം വകുപ്പ് പിന്നോട്ടു പോവുകയാണ്. തേക്ക് മ്യൂസിയത്തിന്റെ നവീകരണത്തിനായി വനം വകുപ്പും പിന്നീട് വന്ന ഗവൺമെന്റുകളും വേണ്ടുന്ന നടപടികൾ സ്വീകരിച്ചില്ല. ഈ മേഖലയിലെ വനം വകുപ്പ് യഥാർത്ഥത്തിൽ ലക്ഷക്കണക്കിന് വരുന്ന ടൂറിസ്റ്റുകളെ ആകർഷിക്കാനും ഈ തേക്കിൻ മ്യൂസിയം പുതിയ തലമുറയെ പരിചയപ്പെടുത്തുന്നതിനും അതോടൊപ്പം തന്നെ ജനങ്ങളെ ആകർഷിക്കാനും കഴിയുന്ന രീതിയിൽ സജ്ജമാക്കാമായിരുന്നു. പക്ഷേ അതിനുവേണ്ടിയുള്ള ഒരു നടപടിക്രമങ്ങളും കേരളത്തിലെ വനം വകുപ്പ് ചെയ്യുന്നില്ല, അതുപോലെ തന്നെ ഗവൺമെൻറ്റും ചെയ്യുന്നില്ല. ഗവൺമെൻറ് ഇനിയെങ്കിലും ഇത്തരത്തിൽ പ്രത്യേകിച്ച് വനം വകുപ്പ് ഇത്തരം കാര്യങ്ങൾ താല്പര്യം കാണിക്കണം. 1974 തിരുവിതാംകൂർ കൺസർവേറ്ററായിരുന്ന TF ബോഡിലോണാണ് വനഭൂമിയിൽ തേക്ക് സ്റ്റമ്പ് നട്ട് ഗുണമേന്മയുള്ള തേക്ക് തോട്ടം ആരംഭിച്ചത്. ലോകത്തിലെ തന്നെ ആദ്യത്തെ തേക്ക് പ്ലാന്റേഷനാണിത്. അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായാണ് ഈ പ്ലാന്റേഷന് ബോഡിലോൺ എന്ന പേര് നൽകിയത്. അല്ല, ഇത് ഇത്രയും വർഷവും ഇത്രയും പഴക്കം ചെന്ന തേക്ക് എനിക്ക് തോന്നുന്നു ഇവിടെങ്ങും ഇല്ലെന്ന്. ഈ ലോകത്ത് തന്നെ ആദ്യത്തെ പ്ലാന്റേഷൻ എന്നാണ് ഇത് പറയുന്നത്. എന്നിട്ട് ഇവിടെങ്ങും ഒരു നവീകരണമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് പഠിക്കാനുള്ള ഈ വിദ്യാർത്ഥികൾ പഠിക്കാനുള്ള ഒരു ഇതും കൂടെ ഈ മ്യൂസിയം. എന്നിട്ട് പോലും ഒരു ഇതില്ലാതെ ഇങ്ങനെ അടച്ചിട്ട് ഫോറസ്റ്റ് ഇതിന്റെ അനാസ്ഥ കാരണം തന്നെ ഇങ്ങനെ പൂട്ടിയിട്ടേക്കുക. തുടക്കത്തിൽ 135 കൂറ്റൻ തേക്കുമരങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നീട് ചിലത് കടപുഴകി വീഴുകയും നഷ്ടപ്പെടുകയും ചെയ്തു. ശേഷിക്കുന്ന ഈ മരങ്ങളെ സംരക്ഷിക്കുന്നതിനും പുതുതലമുറയ്ക്ക് അവയെക്കുറിച്ച് അറിയാനും പഠിക്കാനുമുള്ള സൗകര്യങ്ങൾ ഒരുക്കാനുമായിരുന്നു നവീകരണ പ്രവർത്തനങ്ങൾ ലക്ഷ്യമിട്ടത്. എന്നാൽ ആ ലക്ഷ്യം ഇതുവരെയും പൂർണ്ണമായിട്ടില്ല. പാലരുവി വെള്ളച്ചാട്ടം കാണാൻ എത്തുന്നവരിൽ വളരെ കുറച്ചുപേർ മാത്രമേ ഈ ജീവനുള്ള തേക്ക് മ്യൂസിയം സന്ദർശിക്കുന്നുള്ളൂ. DD ന്യൂസ്, കൊല്ലം.